ഹലോ എവ്രിവൺ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് വെച്ചാൽ എന്താണെന്നും അത് ആരൊക്കെയാണ് ഗവൺമെന്റിന് സമർപ്പിക്കേണ്ടതെന്നും എപ്പോഴത്തേക്കാണ് സമർപ്പിക്കേണ്ടതെന്നും വളരെ വിശദമായി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അത് നിങ്ങളെല്ലാം കണ്ടു എന്നും പൂർണ്ണമായി മനസ്സിലായി എന്നും വിശ്വസിക്കുന്നു. അഥവാ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മുകളിലുള്ള ഐ ബട്ടൺ പ്രസ് ചെയ്താൽ ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം അതിന്റെ ഒരു ലിങ്ക് ഞാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി വളരെ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുമോ? തീർച്ചയായും ഉണ്ടാവും. അവ എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. IT റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നാൽ ഉണ്ടാകാവുന്ന നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അവ ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ അഥവാ ബെനിഫിറ്റ്സ് അവ എന്താണെന്നുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാവുന്ന ചില ഗുണങ്ങൾ എന്തെല്ലാം? ഒന്ന്, ലോൺ കിട്ടാൻ എളുപ്പമാകുന്നു. നിങ്ങളൊരു വാഹന ലോണിനോ ഭവന ലോണിനോ ക്രെഡിറ്റ് കാർഡിനോ വലിയ എമൗണ്ടുകളുടെ ഇൻഷുറൻസിനോ അപേക്ഷിച്ചാൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും നിങ്ങളെ കഴിഞ്ഞ 2-3 വർഷങ്ങളിലെ ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങളോട് ആവശ്യപ്പെടും. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ഇൻകം ടാക്സ് റിട്ടേൺ അവർക്ക് കിട്ടുന്നതിലൂടെ നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിലെ വരുമാനം എത്രയുണ്ടെന്നും അതിനെ നിങ്ങൾ ടാക്സ് പേ ചെയ്യുന്നുണ്ടെന്നും അവർക്ക് മനസ്സിലാകുന്നു. അതിലൂടെ നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നു, നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള ചാൻസസ് കൂടുന്നു. 2, വിസ പ്രോസസ്സിംഗ് എളുപ്പമാകുന്നു. ഇന്ന് നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ മിക്ക എംബസികളും കോൺസുലേറ്റുകളും നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ഇൻകം ടാക്സ് റിട്ടേൺ ആവശ്യപ്പെടാറുണ്ട്. ഇത് കൊടുക്കുന്നതിലൂടെ വിസ പ്രോസസ്സിംഗ് എളുപ്പമാകുന്നു. 3, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെന്റ് നമ്മളിൽ നിന്നും അധികമായി കളക്ട് ചെയ്തിട്ടുള്ള ടാക്സ് റീഫണ്ടായി കിട്ടാനും നമുക്കുണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ, ബിസിനസ്സിലോ മറ്റ് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ വരും വർഷങ്ങളെ ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാനും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ഇവ രണ്ടും സാധ്യമാകുകയില്ല. 4, ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് നിങ്ങളുടെ വരുമാനത്തിന്റെ വാലിഡും റിലയബിളുമായിട്ടുള്ളൊരു തെളിവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബിസിനസ് ആണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ടെൻഡറുകൾക്ക് അപ്ലൈ ചെയ്യാനും പുതിയ ഫണ്ടിംഗ് സ്വീകരിക്കാനും നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ITR ഇൻകം ടാക്സ് റിട്ടേൺ പ്രസന്റ് ചെയ്യുവാണെങ്കിൽ സാധ്യത ഏറുന്നു. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? 1, ലേറ്റ് ഫീസ്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നിങ്ങൾ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആളാകുന്നുവെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ അവസാന തീയതിക്കുള്ളിൽ നിങ്ങൾ ആ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ ഇൻകം ടാക്സ് ആക്ടിന്റെ 234F എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം കുറച്ച് എമൗണ്ട് ലേറ്റ് ഫീസ് ആയിട്ട് ഗവൺമെന്റിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റ് അനുശാസിക്കുന്ന അവസാന തീയതിക്കുള്ളിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ വർഷത്തിലെ ഡിസംബർ 31-നുള്ളിലാണ് നിങ്ങൾ പിന്നീട് ആ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 5000 രൂപ ലേറ്റ് ഫീസ് ആയിട്ട് ഗവൺമെന്റിന് കൊടുക്കണം. എന്നാൽ അതേ റിട്ടേൺ നിങ്ങൾ ഡിസംബർ 31-ന് ശേഷമാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ 5000-ത്തിന് സ്ഥാനത്ത് 10000 രൂപ നിങ്ങൾ ലേറ്റ് ഫീസ് ആയിട്ട് ഗവൺമെന്റിന് കൊടുക്കണം. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നിങ്ങൾ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരാളാകുന്നുവെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ നെറ്റ് ടാക്സബിൾ ഇൻകം, അതായത് നിങ്ങളുടെ മുഴുവൻ വരുമാനമായ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ചിലവുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ്, അവയെ നമ്മൾ ഡിഡക്ഷൻസ് എന്ന് ഇൻകം ടാക്സ് ആക്ടിൽ പറയും. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്ഷൻസ് കുറച്ച് കിട്ടുന്നതിനെയാണ് നെറ്റ് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ഈ നെറ്റ് ടാക്സബിൾ ഇൻകം 5 ലക്ഷമോ അതിൽ താഴെയോ ആകുന്നുവെങ്കിൽ നിങ്ങൾ ഈ വർഷം റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഗവൺമെന്റ് അനുശാസിക്കുന്ന അവസാന തീയതിക്ക് ശേഷമാകുന്നുവെങ്കിൽ നിങ്ങൾ ലേറ്റ് ഫീസ് ആയിട്ട് കൊടുക്കേണ്ടത് 1000 രൂപയാണ്, 5000 രൂപയോ 10000 രൂപയോ അല്ല. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നാലുള്ള രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പെനാൽറ്റിയാണ്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരാളാകുന്നു നിങ്ങളെങ്കിൽ ഗവൺമെന്റ് പറയുന്ന അവസാന തീയതിക്കുള്ളിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ
ഇൻകം ടാക്സ് ആക്ടിന്റെ 234A എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം നിങ്ങൾ ഡിലേ ആക്കുന്ന ഓരോ മാസത്തിനും 1% വെച്ച് ഇൻട്രസ്റ്റ് ഗവൺമെന്റിന് പേ ചെയ്യണം. ഈ ഇൻട്രസ്റ്റ് പെനാൽറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ലേറ്റ് ഫീസ് കൂടാതെ ഉള്ളതാണ്. അതോടൊപ്പം 1% ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത് നമ്മൾ ഏത് വർഷത്തിന്റെ റിട്ടേൺ ആണോ ഫയൽ ചെയ്യാതിരിക്കുന്നത് ആ വർഷത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് കൊടുക്കേണ്ട ടോട്ടൽ ടാക്സ് എത്രയാണോ അതിൽ നിന്ന് നമ്മൾ ഓൾറെഡി കൊടുത്ത ടാക്സ്, TDS, അഡ്വാൻസ് ടാക്സ് മുതലായവ കുറച്ചിട്ട് ബാക്കി കൊടുക്കാനുള്ള ടാക്സ് എത്രയാണോ അതിലാണ് ഈ 1% കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നാലുള്ള മൂന്നാമത്തെ പ്രശ്നം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും നമുക്ക് ടാക്സ് റീഫണ്ട് കിട്ടാനുണ്ടെങ്കിലോ നമുക്ക് ഈ വർഷത്തിലെ ലോസുകൾ വരും വർഷത്തിലെ ഇൻകത്തിനെതിരെ സെറ്റ് ഓഫ് ചെയ്യണമെങ്കിലോ നമ്മൾ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ റീഫണ്ട് ലഭിക്കില്ല. ഈ ലോസുകൾ മുമ്പോട്ടുള്ള വർഷങ്ങളിൽ ടാക്സ് കുറയ്ക്കാൻ ഉപയോഗിക്കാൻ സാധിക്കുകയുമില്ല. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നാൽ ഉണ്ടാകാവുന്ന നാലാമത്തെ പ്രശ്നം, ജയിൽ ശിക്ഷ. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നിങ്ങൾ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആളാകുന്നുവെങ്കിൽ നിങ്ങൾ ഏത് വർഷത്തിന്റെ ഇൻകം ടാക്സ് റിട്ടേൺ ആണോ ഫയൽ ചെയ്യേണ്ടത് അതിന്റെ അടുത്ത വർഷത്തിന്റെ മാർച്ച് 31-നുള്ളിൽ ആ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ ആ വർഷത്തിന്റെ നിങ്ങൾ ഇനി പേ ചെയ്യാനുള്ള ടാക്സ് 10,000 രൂപയിൽ അധികമാകുന്നുവെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിന്റെ 276CC എന്ന സെക്ഷൻ പ്രകാരം നിങ്ങളെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കാൻ പറ്റുമെന്ന് പറയുന്നു. പിഴയുൾപ്പെടെ 3 മാസം മുതൽ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനാണ് നിയമമുള്ളത്. എന്നാൽ ആ വർഷത്തിന്റെ ഇനി നിങ്ങൾ പേ ചെയ്യാനുള്ള ടാക്സ് 25 ലക്ഷത്തേക്കാൾ അധികമാകുന്നുവെങ്കിൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കുമെന്ന് നിയമം പറയുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ മറ്റ് കമന്റുകളോ ഉണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.